പോലെ അക്ബർ സ്നേഹം നല്ല മനോഹരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ. നല്ല കാറ്റ്. എൻ്റെ കുടിൽ കണ്ടില്ലേ നിങ്ങൾ? അതെ, രാവിലത്തെ യോഗ എക്സർസൈസുകൾ, ധ്യാനം ഒക്കെ കഴിഞ്ഞു. ഓരോ ദിവസം ചെല്ലും തോറും എനിക്ക് എന്നോട് ഭയങ്കരമായിട്ടുള്ള പ്രണയമാണ്. എന്നോടുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം ജീവിതത്തോട് പ്രണയമാണ്, എല്ലാറ്റിനോടും. ജീവിതം ഒരു സാധാരണ മനുഷ്യർ പറയാറുണ്ട്, ജീവിതത്തെ വളരെ നെഗറ്റീവായിട്ട് ആളുകൾ ഇങ്ങനെ പലപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും ഇത് വേണ്ടിയിരുന്നില്ല ഈ ജന്മം. പക്ഷെ എത്ര മനോഹരമായ ഒരു എന്താ പറയുക, ഒരു അനുഭവം ആണ് ഈ ജീവിതം, അല്ലേ? എനിക്ക് എന്ത് കിട്ടി എന്നതല്ല, എനിക്ക് ചുറ്റും എത്ര സൗന്ദര്യമാണ് എന്നതാണ് ജീവിതത്തോടുള്ള നമ്മുടെ അപ്രോച്ച്. അങ്ങനെയാണ് ആവേണ്ടത്, സമീപനം. എല്ലായിടത്തും ജീവൻ്റെ സ്നേഹത്തിൻ്റെ തുടിപ്പുകൾ, എല്ലായിടത്തും സ്നേഹം, കമ്പാഷൻ, അതിങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതാണ് കാണേണ്ടത്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു മലയാളത്തിലെ ഏറ്റവും മനോഹരമായൊരു പ്രണയഗാനം അങ്ങനെ പാടാൻ തോന്നുന്നത് കേട്ടോ. നമ്മളൊരു പ്രണയഗാനം പാടുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊരു വ്യക്തിയൊന്നുമല്ല കേട്ടോ വരുന്നത്, നമ്മുടെ മനസ്സിലേക്ക് മനോഹരമായ ജീവിതമാണ് വരുന്നത്. മഹാനായ നമ്മുടെ സംഗീതജ്ഞൻ ബാബുരാജ് സംഗീതം നൽകി യേശുദാസ് പാടിയ ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ ഒരു ഗാനം മാത്രമൻ, ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. മലർമണം മാഞ്ഞല്ലോ, മറ്റുള്ളോർ പോയല്ലോ, മലർമണം മാഞ്ഞല്ലോ, മറ്റുള്ളോർ പോയല്ലോ, മമ സഖിനി എന്നു വന്നു ചേരും, മനതാരിൽ മാരിക്കാ വീശിക്കഴിഞ്ഞല്ലോ, മമ സഖിനി എന്ന് വന്നു ചേരും, ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അതിഗൂഢമെന്നുടെ ആരാമത്തിൽ, ഒരു മുറി മാത്രം
തുറക്കാതെ വയ്ക്കാം ഞാനതികൂടമെന്നുടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ. പുഷ്പത്തിൻ കൽപ്പമൊന്ന് ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. പ്രണയാർദ്രമായ കമ്പാഷനേറ്റായ ഹൃദയത്തിൻ്റെ ഉടമകളാവുക. താങ്ക് യു വെരി മച്ച്. അക്ബർ സ്നേഹം. ഇന്നത്തെ ദിവസം മനോഹരമാവട്ടെ.